real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. കടുവയുടെ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ഗൂഡല്ലൂരിൽ നടന്ന 48 മണിക്കൂർ ഹർത്താൽ 2ാം ദിനവും പൂർണ്ണം. രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യാപാരി സംഘടനകളുടെയും നേതൃത്വത്തിൽ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഗൂഡല്ലൂർ പന്തല്ലൂർ താലൂക്കുകളിലാണ് ഹർത്താൽ സംഘടിപ്പിച്ചത്. ഹർത്താലിന്റെ പശ്ചാത്തലത്തിൽ നാടുകാണി ചുരം വഴി തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് വഴിക്കടവ് ആനമറയിൽ സഞ്ചാരികളെ പോലീസ് തടഞ്ഞ് മടക്കി അയച്ചു. ആദ്യ ദിനത്തിൽ ഹർത്താൽ വിവരമറിയാതെ എത്തിയ ഒട്ടേറെ മലയാളികൾ റോഡിൽ കുടുങ്ങിയിരുന്നു. ചില വാഹനങ്ങൾക്ക് നേരെ ആക്രമണവുമുണ്ടായി. ഓണാഘോഷത്തിന്റെ ഭാഗമായി 100 കണക്കിന് വാഹനങ്ങളാണ് ഇവിടെ എത്തിയത്. ഊട്ടി, മൈസൂർ, ബംഗളൂരു എന്നിവിടങ്ങളിലേക്കുള്ള യാത്രാ സംഘങ്ങളായിരുന്നു കൂടുതൽ. ഈ സാഹചര്യത്തിലാണ് യാത്ര ഒഴിവാക്കാൻ ഔദ്യോഗികമായി തന്നെ അറിയിപ്പുണ്ടായത്. വാഹനഗതാഗതം പൂർണ്ണമായും നിലച്ചു. കടകമ്പോളങ്ങൾ, പെട്രോൾ പമ്പുകൾ എന്നിവ വെള്ളിയാഴ്ചയും പ്രവർത്തിച്ചില്ല. അതേസമയം ആനമറയിൽ വാഹനയാത്രക്കാരെ തടഞ്ഞ് തിരിച്ചയക്കുന്ന വിവരമറിഞ്ഞ് സമരാനുകൂലികൾ വഴിക്കടവിലെത്തി നന്ദി അറിയിച്ചു. വന്യമൃഗശല്യം മൂലം ദുരിതത്തിലായ ജനങ്ങളുടെ സമരം വിജയിക്കണമെങ്കിൽ മലയാളികളുടെ സഹകരണം ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, എടക്കര. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.